എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്വന്തം തൊട്ടാവാടിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് നിസ്സാരമായ, പലപ്പോഴും മറ്റുള്ളവരെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ഈ ചെടിയുടെ പേര് മിമോസ പുഡിക്ക, സെൻസിറ്റീവ് പ്ലാന്റ്, സ്ലീപ്പി പ്ലാന്റ്, ആക്ഷൻ പ്ലാന്റ്, ഹംബിൾ പ്ലാന്റ്, ടച്ച് മീ നോട്ട്, ടച്ച് ആൻഡ് ഡൈ, ഷെയിം പ്ലാന്റ് എന്നിങ്ങനെയാണ്. വള്ളികളുടെ ഇനത്തിൽപ്പെട്ട തൊട്ടാവാടിയുടെ പൂക്കളും അതീവ മനോഹരമാണ്. സ്പർശിച്ചാലോ അനക്കങ്ങളിലോ വളരെ ലോലമായ ഇലകൾ ഉള്ളിലേക്ക് ചുരുണ്ടുപോകുന്ന ഒരു അത്ഭുത പ്രതിഭാസമുള്ള ചെടിയാണ് തൊട്ടാവാടി. ഇല തണ്ടിലേക്ക് ചേരുന്ന ഭാഗത്ത് നിരവധി കോശങ്ങളാൽ സമൃദ്ധമാണ്. ആ കോശങ്ങളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയും ഉണ്ടാവുന്നുണ്ട്. സ്പർശനത്തിൻ്റെ ഭാഗമായോ അനക്കത്തിൻ്റെ ഭാഗമായോ ഈ കോശങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളം താഴെ തണ്ടിലോട്ട് ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഭാഗമാണത്രേ ഈ ഇലകൾ, തൊട്ടാവാടിയുടെ ഇലകൾ ചുരുണ്ടുപോകുന്നത്. എത്ര അത്ഭുതമായ പ്രതിഭാസമാണ് അല്ലേ? എത്രയോ പ്രാചീന കാലം മുതൽ, അല്ലെങ്കിൽ പ്രപഞ്ചകാലം മുതൽ തന്നെ ഇത്രയും അത്ഭുത പ്രതിഭാസങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ ഇന്നത്തെ ജീവിത തിരക്കിനിടയിൽ ഇതൊന്നും നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതം തന്നെ വിരസമാവുന്നത് എന്ന് തോന്നിപ്പോകുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ തൊട്ടാവാടിച്ചെടി. ഇതിനെ നിരീക്ഷിക്കുന്തോറും, ഈ ചെടിയെ നിരീക്ഷിക്കുന്തോറും അത്ഭുതങ്ങളുടെ ലോകത്തിലേക്കും അറിവിൻ്റെ ലോകത്തിലേക്കും നമ്മൾ പറന്നു പോവുകയാണ്. എന്നിരുന്നാലും പരിമിതികൾ കൊണ്ട് മാത്രമാണ്, വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് ഈ ചെടിയെക്കുറിച്ച് ഇവിടെ നാം പ്രതിപാദിക്കുന്നത്. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പാവമാണ് എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുന്ന പോലെ പലപ്പോഴും എനിക്ക് തോന്നിയ ഈ ഒരു ജിജ്ഞാസ വള്ളിച്ചെടിയാണ് തൊട്ടാവാടി. ഫബാസിയാസ് എന്ന വലിയ കുടുംബത്തിലെ അംഗമാണ് നമ്മുടെ തൊട്ടാവാടി. നമ്മുടെയൊക്കെ തറവാട്ടു മഹിമ പറഞ്ഞ് നമ്മൾ നടക്കുന്ന പോലെ അതിന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ വലിയ ഒരു തറവാട്ടിലെ അംഗമാണ് ഫബാസിയാസ് എന്ന് പറയുന്ന വലിയ ഒരു കുടുംബത്തിലെ അംഗമാണ് തൊട്ടാവാടി. രാത്രിയായാൽ തൊട്ടാവാടി ആരും തൊടാതെ തന്നെ ഇലകളെല്ലാം ചുരുട്ടി ഉറക്കത്തിലേക്ക് പോകുമത്രേ. പിന്നെ രാവിലെ ഉണർന്ന് ഇലകൾ വിടർത്തി സൂര്യനെ കാത്ത് ഭക്ഷണമുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുമെന്നും പറയപ്പെടുന്നു. ചെടികളുടെ അതിവേഗ ചലനാത്മകതയ്ക്കുള്ള ഏറ്റവും ഉത്തമമായ ഉദാഹരണമത്രേ തൊട്ടാവാടി. തൊട്ടാവാടിയെ ആദ്യമായി കണ്ടെത്തിയത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ശ്രീ ജീൻ ജാക്കസ് ഡിയോത്തൂസ് ആണ്. തൊട്ടാവാടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനത്തിന് നിരവധി അവാർഡിനും അർഹമായിട്ടുണ്ട്. കണ്ടുപിടിച്ചത് ഫ്രഞ്ചുകാരനാണെങ്കിലും തൊട്ടാവാടി അമേരിക്കൻ ഐക്യനാടുകാരിയാണ്. നമ്മുടെ നിസ്സാരമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ തൊട്ടാവാടി മണ്ണിലെ അത്ഭുത പ്രതിഭാസങ്ങളെ ത്വരിതപ്പെടുത്തുന്ന ഒരു ചെടി കൂടിയാണെന്നാണ് ഗവേഷകർ പറയുന്നത്. നമ്മുടെ മണ്ണിലെ നൈട്രജൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അളവ് വർദ്ധിപ്പിച്ച് മണ്ണിനെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുമെന്നും പറയപ്പെടുന്നു. ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ള ചെടി കൂടിയാണ് തൊട്ടാവാടി. നിരവധി ഔഷധ ഗുണങ്ങൾ വികസിത രാജ്യങ്ങളിൽ ഈ ചെടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നുണ്ടത്രേ. അതിൻ്റെ നിർമ്മാണങ്ങളുടെ അറിവ് നമ്മുടെ രാജ്യത്ത് പരിമിതമായതുകൊണ്ടും ആയുർവേദത്തിൽ നമ്മൾ അത്ര തൽപരരല്ലാത്തതുകൊണ്ടുമാവാം ഈ ചെടിയുടെ പൂർണ്ണമായ ഔഷധ പ്രതിഭാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അത് നമുക്ക് ഉപയോഗപ്രദമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ തൊട്ടാവാടിക്ക് അനവധി ഔഷധ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനം, ഇത് ഒരു ആൻറ്റി ഓക്സിഡൻറ്റും ഒരു ആൻറ്റി ബാക്ടീരിയലുമാണ്. ഒരു മികച്ച അണുനാശിനിയാണ്. വേരുവരെ ചതച്ച് നീര് വിഷചികിത്സയ്ക്ക് വരെ ഉപയോഗിക്കാമെന്നാണ് പറയപ്പെടുന്നത്. പ്രത്യക്ഷമായ ലാഭത്തിന് പിന്നാലെയുള്ള നമ്മുടെ
പ്രത്യക്ഷമായും പെട്ടെന്നുമുള്ളൊരു ലാഭത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഓട്ടപ്പാച്ചിലിൽ, പരക്കം പാച്ചിലിൽ ഈ സുദീർഘമായ അല്ലെങ്കിൽ അപ്രത്യക്ഷമായ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഇത്തരം അനേകം മണ്ണിന് ഫലഭൂയിഷ്ഠിത അടക്കം അല്ലെങ്കിൽ മണ്ണിലെ ഒരുപാട് ഗുണഗണങ്ങൾ നൽകാവുന്ന ഇത്തരം ചെടികളെ നമ്മൾ അവജ്ഞയോടെ അല്ലെങ്കിൽ നമ്മുടെ അജ്ഞത കൊണ്ട് നമ്മുടെ ചുറ്റും നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ ചുറ്റുമുള്ള ഈ ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനം നമുക്ക് അത്യാവശ്യമാണ്. ആ അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് നമ്മുടെ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കാനും ഭൂമിയെ സംരക്ഷിക്കാനും നമുക്ക് കഴിയുമാറാവട്ടെ.